ഒന്ന് കെട്ടിപ്പിടിച്ചാൽ കവിളിലോ നെറ്റിയിലോ കൈകളിലോ ഒരു ഉമ്മ വച്ചാൽ ഒരു പുരുഷനും സ്ത്രീയും ഒരുമിച്ചിരുന്നാൽ സംസാരിച്ചാൽ പ്രേമമാകുമോ? ബിഗ് ബോസ് മലയാളം സീസൺ 6-നുള്ളിൽ ചില ആഴ്ചകൾക്ക് മുമ്പിൽ പലതവണ മാറ്റൊലിക്കൊണ്ടൊരു ശബ്ദമാണിത്. ഈ ശബ്ദത്തിന്റെ ഉടമയെ നമുക്കെല്ലാം സുപരിചിതയാണ്, ജാസ്മിൻ ജാഫർ. ബിഗ് ബോസ് വീടിനുള്ളിലുള്ള സഹമത്സരാർത്ഥികൾ ആരും വലിയ മോശക്കാരൊന്നുമല്ല. എങ്കിൽ പോലും ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവരും വിളിച്ചു പറഞ്ഞു, എല്ലാറ്റിനും ഒരതിരുണ്ട്, എന്തിനും ഒരു പരിമിതിയുമുണ്ട്. അത് തുറന്നു പറയുവാൻ ധൈര്യം കാട്ടിയവരോടൊക്കെ ജാസ്മിൻ കണക്കറ്റ് കലഹിക്കുകയും ചെയ്തു. എന്നാൽ ആ ജാസ്മിൻ തന്നെ ഇപ്പോൾ പറയുകയാണ്, നമ്മൾ തമ്മിലുള്ള ബന്ധം ഫ്രണ്ട്ഷിപ്പിന്റെ മുകളിലാണെന്ന് പറയുകയും അപ്പോൾ തന്നെ ലവേഴ്സിന്റെ ചേഷ്ടകൾ കാട്ടുകയും ചെയ്യുമ്പോൾ എനിക്കതിലൊരു ബന്ധം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് അടിവരയിടുകയാണ്. അതിന് മറുപടിയായി ഗബ്രി പറയുന്നു, എനിക്കിവളെ ഇഷ്ടമാണ്, അതിനപ്പുറത്ത് റിലേഷനിലേക്ക് പോകുവാനോ വിവാഹം കഴിക്കുവാനോ എനിക്ക് പറ്റില്ല. പിന്നെന്തിനായിരുന്നു ഗബ്രി വീട്ടിൽ വലിയ ഒച്ചപ്പാടും കലഹവും ഒക്കെ നടക്കുന്നതിനിടയിൽ അസന്നിഗ്ധമായി താങ്കൾ വിളിച്ചു പറഞ്ഞത്, എൻ്റെ സ്വന്തം അപ്പൻ വന്നു പറഞ്ഞാലും ഈ ബന്ധത്തിൽ നിന്ന് ഞാൻ പിന്മാറില്ലെന്ന്? ഞാൻ നിന്റെ അപ്പനും അമ്മയും ചേട്ടനും പെങ്ങളും അനിയനും ഭർത്താവും അങ്ങനെ എല്ലാമാണ് എന്ന് തുറന്നു നിങ്ങൾ പറഞ്ഞത് എന്തിനായിരുന്നു? എത്രയോ പ്രാവശ്യം ജാസ്മിൻ നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞിരിക്കുന്നു, ഈ വീട്ടിൽ എനിക്ക് ഗബ്രി എല്ലാമാണ്. എൻ്റെ ഫ്രണ്ടാണോ എന്ന് ചോദിച്ചാൽ എനിക്കതറിയില്ല. എന്നാൽ ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണോ അതും എനിക്കറിയില്ല. ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ക്ലാരിറ്റി ഇല്ല എന്ന് മറ്റുള്ളവർ നിരന്തരം ആരോപണം ഉയർത്തുന്നുണ്ട്. അതുതന്നെയാണ് നമ്മുടെ ബന്ധത്തിൻ്റെ ക്ലാരിറ്റിയും. അത്രമാത്രം ദൃഢതയുള്ള ബന്ധമായതുകൊണ്ടാണ് ആ വീട്ടിലുള്ള സഹമത്സരാർത്ഥികളെ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് അവർ രണ്ടുപേരും അവരുടേതായ ഒരു ലോകത്തിലേക്ക് മാത്രം പോയത്. അതുകൊണ്ട് തന്നെയാണ് സഹമത്സരാർത്ഥികൾ അവർക്കെതിരെ ആയുധമെടുക്കുവാൻ തയ്യാറായതും. കാരണം ഈ വീട്ടിൽ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് അവർക്കറിയില്ല. അവർ രണ്ടുപേരും ഇവിടെ ആരോടും സംസാരിക്കാറുമില്ല. അവർ പരസ്പരം സംസാരിക്കുന്നത് അവരോട് മാത്രമാണ്. അവർക്ക് ഈ വീടുമായി യാതൊരു ബന്ധവുമില്ല. ഇവിടെ നടക്കുന്ന ഒരു കാര്യങ്ങളും അവർക്ക് അറിയുകയും വേണ്ട എന്ന രീതിയിൽ മറ്റുള്ളവർ ഒരേ ശബ്ദത്തിൽ ഇവർക്കെതിരെ ആഞ്ഞടിച്ചത്. അപ്പോഴൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരുന്നു, ഞങ്ങൾ പ്രണയത്തിലല്ല, ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ആ ഇഷ്ടം ഒരിക്കലും പ്രണയത്തിലേക്ക് എത്തില്ല. കാരണം അങ്ങനെ പ്രണയിച്ചതുകൊണ്ട് വിവാഹിതരാകുവാൻ കഴിയില്ല. ഒന്നും ഒരു ചുക്കും നടക്കില്ലെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ആഗ്രഹങ്ങളെല്ലാം മനസ്സിൽ ഒതുക്കി ഞങ്ങളിവിടെ സ്നേഹത്തിൽ മാത്രം ജീവിക്കുന്നവരാണ്. അതിനപ്പുറത്ത് ഒന്നുമില്ല എന്ന് പലതവണ വിളിച്ചു പറഞ്ഞ ജാസ്മിൻ തന്നെ ഇപ്പോൾ വിളിച്ചു പറയുകയാണ്, സൗഹൃദത്തിനപ്പുറത്തുള്ള ഒരടുപ്പം, സുഹൃത്തുക്കൾ കാട്ടുന്നതിനപ്പുറത്ത് സ്നേഹിതർ, കമിതാക്കൾ, പ്രണയിതാക്കൾ കാട്ടിക്കൂട്ടുന്ന ചേഷ്ടകൾ, ഇതൊക്കെ എന്തിനായിരുന്നു? ഈ ചോദ്യങ്ങൾക്കെല്ലാം കിറുകൃത്യമായി മറുപടി പറയുക എന്നുള്ളത് ഇപ്പൊ സൗകര്യമില്ല എന്ന രീതിയിലുള്ള ഗബ്രിയുടെ ആ രീതിയും ഭാവമുണ്ടല്ലോ, അതാണിപ്പോൾ ജാസ്മിനെ അങ്ങേയറ്റം ചൊടിപ്പിച്ചിരിക്കുന്നത്. അതെ, ജാസ്മിൻ എല്ലാവരുടെയും ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. പ്രണയമായിരുന്നു, അടക്കാനാകാത്ത പ്രണയമായിരുന്നു. ഈ കാട്ടിക്കൂട്ടലുകളെല്ലാം സത്യമാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ജാസ്മിന്റെ ഹൃദയം അങ്ങേയറ്റം തകർന്നിരിക്കുന്നു. ഗബ്രി തന്നെ തേച്ചു എന്നുള്ള ആ ഒരു ചിന്ത ജാസ്മിനെ വല്ലാണ്ട് വേട്ടയാടാൻ തുടങ്ങി. എങ്കിലും തോറ്റുകൊടുക്കാൻ ജാസ്മിൻ തയ്യാറല്ല. ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ തന്നെയാണ് ജാസ്മിൻ തയ്യാറാകുന്നത്. ഉറ്റത്തോഴിയായ റസ്മിൻ ഒരു മോട്ടിവേഷനും കൂടി കൊടുത്തു, ഫൈനൽ 5 വരെയോളം നീ ഉറപ്പായിട്ടും എത്തും എന്നുള്ളതും. കർമ്മ ഈസ് എ ബൂമറാങ് എന്ന് പറയുന്ന ഒരു വാക്ക് വീണ്ടും ഇവരുടെ ബന്ധത്തിനിടയിൽ പുനർജനിക്കുന്നതായി ജാസ്മിന് തോന്നുന്നുണ്ടോ? ഒരുപക്ഷെ ഇവിടെ വെച്ച് തോന്നാൻ സാധ്യതയില്ല. എന്നാൽ പുറത്തിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും അത് തോന്നും. ഒന്നല്ല, പല ആവർത്തി തോന്നും. ഗബ്രി തന്നെ തേച്ചു, ഗബ്രി തന്നെ ചതിച്ചു. ഗബ്രിയുടെ മുമ്പിൽ ഞാൻ എൻ്റെ ഹൃദയം തുറന്നു വെച്ചു. അവന് ഞാൻ എന്നെ തന്നെ നൽകിയതാണ്. പക്ഷേ അവസാനം കറിവേപ്പില പോലെ അവൻ എന്നെ എടുത്ത് ദൂരെ കളഞ്ഞു. എൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അവൻ എന്നെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു, ഒഴിവാക്കിയിരിക്കുന്നു. അതെ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ചതിക്കുകയായിരുന്നു, ചതിയനായിരുന്നു ഗബ്രി. അങ്ങനെയാണെങ്കിൽ പുറത്ത് മറ്റൊരു സംഭവം നടന്നിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരൻ, നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരൻ, സമൂഹത്തിന്റെ മുമ്പിൽ അങ്ങനെ പൊടിപ്പും തൊങ്ങലും വെച്ച് യാതൊരു തരത്തിലുള്ള പരിവേഷണങ്ങളും വെളിപ്പെടുത്താതെ താനായി തൻ്റെ പാട് നോക്കി അടങ്ങി ഒതുങ്ങി നടന്നൊരു ചെറുപ്പക്കാരൻ. അയാൾ ഇൻസ്റ്റഗ്രാമിൽ ചില വരികൾ കുറിച്ചു. അതിങ്ങനെയായിരുന്നു, അവൾ എന്നെ ചതിക്കുകയായിരുന്നു. അവൾക്കിപ്പോൾ വേറൊരു ലോകമാണ്. അവിടെ നല്ല ബന്ധങ്ങൾ അവൾക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്നോട് ഇതൊരിക്കലും ചെയ്യരുതായിരുന്നു, ഞാൻ ചതിക്കപ്പെടുകയായിരുന്നു. അങ്ങനെ ഒരു കൂട്ടം കണ്ണുനീരിൽ കുതിർന്ന വാക്കുകൾ ആ ചെറുപ്പക്കാരൻ എഴുതി വെക്കുകയാണ്. അയാളും പറയുകയാണ്, അവൾ എന്നെ തേച്ചു എന്നുള്ളത്. സത്യത്തിൽ അവൻ്റെ ഹൃദയത്തിൻ്റെ വേദന എത്ര ഭയങ്കരമായിരുന്നു. ആ വേദന വലിയ വേദനയായിരുന്നു എന്നുള്ളത് അപ്പോൾ ജാസ്മിൻ തിരിച്ചറിഞ്ഞിട്ടില്ല. എന്നാൽ ഇപ്പോൾ ജാസ്മിന് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട്. ഗബ്രി തന്നെ തേച്ചപ്പോൾ താൻ വിതച്ചത് തന്നെ കൊയ്തു, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ ഒടുവിൽ വീഴുകയും ചെയ്തിരിക്കുന്നു. ഇവിടെയാണ് ആ കോമഡി പാട്ട് ഹൃദയത്തിനകത്തേക്ക് ഓടി വരുന്നത്. എന്തൊരു വിധി ഇത്, വല്ലാത്ത ചതി ഇത്.
പക്ഷേ ഇവിടം വരെ അതിജീവിച്ച് മുന്നേറിയ ജാസ്മിൻ ഇതിനെയും അതിജീവിക്കും. അതെ, ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ തന്നെയാണ് ജാസ്മിന്റെ തീരുമാനം. ഇവിടെയാണ് നമ്മൾ സിബിനെയും ജാസ്മിനെയും വെച്ചുകൊണ്ട് ഒരു തുലാസിൽ തൂക്കി നോക്കേണ്ടത്. അതെ, നിസ്സാരം ഒറ്റ ദിവസം കൊണ്ട് സിബിൻ തകർന്നടിഞ്ഞ് ഇപ്പോൾ ശബ്ദകോലാഹലങ്ങളില്ലാതെ സ്വസ്ഥമായിരിക്കുവാൻ വേണ്ടി ഓടിപ്പോയിരിക്കുന്നു. എന്നാൽ ജാസ്മിൻ അവിടെയും അടിച്ചു നിൽക്കുകയാണ്. കരുത്തുള്ളൊരു പെൺകുട്ടിയാണ് താൻ എന്ന് തെളിയിക്കുവാൻ.